ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ ആദ്യ ദിന കളക്ഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യ ദിനം സിനിമ ഇതുവരെ 1300ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 70-ന് മുകളിലാണ് ശതമാനം ഒക്യുപ്പൻസി വരുന്നത്. ഈവനിങ്ങിൽ കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് എന്ന് തന്നെ പറയാം. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഇപ്പോൾ 4 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള കളക്ഷൻ. റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം. രാവിലെ എങ്ങനെയാണോ കണ്ട് അതിൻ്റെ ഡബിളിലേക്ക് മാറുന്ന ഒരവസ്ഥ. അതായത് ഇന്ന് നൈറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ 4.25-4.5 കോടിക്കടുത്ത് എത്താം എന്നുള്ളത്. എന്തായാലും 4 കോടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ പ്രീസെയിലിൽ നിന്ന് മാത്രമായി 3,51,00,000 വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 7.5 കോടിയോളമായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നാളെ രാവിലെ കൃത്യമായിട്ടുള്ള സൂചനയിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണെങ്കിലും സിനിമ 7 കോടിക്ക് മുകളിലേക്ക് ആണ് കേരള കളക്ഷൻ നിൽക്കുന്നത്. അത് സമീപകാലത്ത് ഏത് മലയാള സിനിമ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ ഒരു സിനിമ വന്നിരുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ മെഗാസ്റ്റാർ ഒന്ന് അഴിഞ്ഞാടിയാൽ ഇതായിരിക്കും ബോക്സ് ഓഫീസിൻ്റെ കൊലത്തൂക്ക് എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് 70 രാജ്യത്തോളമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി തന്നെ പുറത്ത് വിട്ട ലിസ്റ്റാണ്. വേൾഡ് വൈഡായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഏകദേശം GCCയിൽ മാത്രം 1000 ഷോകളാണ് സിനിമയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ UK-യിലുമൊക്കെ 240-ന് മുകളിലുള്ള സെൻറ്ററുകളിൽ സിനിമ ഉണ്ട് എന്നുള്ളത് ഓസ്ട്രേലിയയിൽ ഇതുവരെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കൊയ്ത്താണ് എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 7 ഉണ്ടെങ്കിൽ നമുക്കറിയാം വെളി രാജ്യങ്ങളിൽ നിന്ന് ഏത് റേഞ്ചിലാണ്. ഒരു പക്ഷേ GCCയിലൊക്കെ കേരളത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളത് കിട്ടാറുണ്ട്. വേൾഡ് വൈഡായിട്ട് നേരെ ഡബിളാണ് സാധാരണ കാണാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 20 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ. ഒരുപക്ഷെ 25 കോടി വരെ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും തന്നെ ഒരു കാര്യം പോലും പുറത്ത് വന്നിട്ടില്ല. ആകെയുള്ളത് കുറച്ച് ബുക്കിംഗ് കാര്യങ്ങൾ മാത്രമാണ്. അവിടെയെല്ലാം തകർപ്പൻ ബുക്കിംഗ് ആണ്. എങ്ങും ഹെവി പോസിറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഡീഗ്രേഡേഴ്സും പ്രമുഖരായ ചില ചാനലുകാരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അല്ലെങ്കിൽ അവരുടെ അവരുടെ താല്പര്യമോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ജനങ്ങൾക്ക് ഇത് ഗംഭീരമാണ് എന്നുള്ളത് അതുതന്നെയാണ് ആദ്യ ദിനം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ പ്രാവശ്യം മമ്മൂട്ടി സിനിമ എല്ലാം തികഞ്ഞു തന്നെയാണ് വന്നത്. സാധാരണ മികച്ച സിനിമ വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ മോശമാക്കുന്ന മമ്മൂട്ടി സിനിമ ഈ പ്രാവശ്യം എല്ലാം കൊണ്ടും അതിഗംഭീരമാണ്. സിനിമയുടെ ബഡ്ജറ്റായി പുറത്ത് വരുന്നത് 40 കോടിക്ക് താഴെയാണ്. ഒരു ഘട്ടത്തിൽ 70 കോടിയെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവനെ അങ്ങ് പിടിച്ചുകൊണ്ട് ആ ചെകിടടിച്ച് പൊളിക്കും എന്നാണ് നമുക്കും പറയാനുള്ളത്. കാരണം അതിനുള്ള സാധനമൊന്നും മലയാള സിനിമ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആടുജീവിതം പോലെയുള്ള സിനിമ 82 കോടി എത്തിയപ്പോൾ നമുക്ക് പറയാനുള്ളത് അത് അത്രയും നാളത്തെ കൊണ്ടാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ ഈ സിനിമ 25 കോടി ആദ്യ ദിനം കടക്കുമോ എന്നുള്ളതാണ്. ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.